കൊച്ചി നഗരത്തിലെ റോഡുകളുടെ അവസ്ഥയിൽ വിമർശനവുമായി ഹൈക്കോടതി. MG റോഡിന്റെ അവസ്ഥ എന്താണെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ചോദ്യം. ഫുട്പാത്തിലെ സ്ലാബുകൾ പോലും മാറ്റിയിട്ടില്ല. മഴക്കാലത്ത് നേരിടാൻ നഗരം തയ്യാറായിട്ടില്ല. പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അമൽ, ഇനി കാലവർഷം വരാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം. അതിനിടയിൽ നമ്മുടെ മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോഴും ഈ കാനകളൊക്കെ അതിൻ്റെയൊക്കെ ഒഴുക്ക് സുഗമമാവുന്ന തരത്തിലുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. ഹൈക്കോടതിക്കും ആ സംശയമുണ്ട്. അതൊരു വിമർശന രൂപത്തിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിക്കുന്നു. വിശദാംശങ്ങൾ അമൽ സുരേന്ദ്രൻ. റിജിത്ത്, കാലവർഷം അടുത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നമുക്കറിയാവുന്നതാണ് കൊച്ചിയിൽ മഴക്കാലത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ മഴക്കാലം അടുത്തെത്തി നിൽക്കുന്ന സാഹചര്യത്തിലും കൊച്ചിയിലെ റോഡുകളുടെ അവസ്ഥ എന്താണ് എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തന്നെ നേരിട്ട് ചോദിച്ചിരിക്കുകയാണ്. പല റോഡുകളുടെയും അവസ്ഥ, പ്രത്യേകിച്ചും MG റോഡിലും മറ്റും ഫുട്പാത്തുകൾ അടക്കം തകർന്നു കിടക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതേപോലെ തന്നെ മുല്ലശ്ശേരി കനാലിൻ്റെ പണി ഇതുവരെയും പൂർത്തിയായിട്ടില്ല. മുല്ലശ്ശേരി കനാലിൻ്റെ പണി പൂർത്തിയാക്കാനുള്ള സമയം കഴിഞ്ഞിട്ടും കോൺട്രാക്ടർക്ക് പിന്നീട് സമയം നീട്ടി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും പണി പൂർത്തിയാക്കാത്തതിനെയും ജസ്റ്റിസ് വിമർശിക്കുന്നു. അതോടൊപ്പം തന്നെ കാണേണ്ടതാണ്, ഈ ഒരു മഴക്കാല പൂർവ്വ ശുചീകരണം കൊച്ചി നഗരത്തിൽ നടന്നിട്ടില്ല എന്നൊരു വിമർശനം, അല്ലെങ്കിൽ പൂർണ്ണമായും നടന്നിട്ടില്ല എന്നൊരു വിമർശനം ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, മഴക്കാല പൂർവ്വ ശുചീകരണത്തിനും മറ്റുമായിട്ട് കോർപ്പറേഷൻ ബജറ്റിലും മറ്റും തുക നീക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു പ്രവർത്തനങ്ങൾ കൂടുതലായി നടക്കുന്നില്ല എന്നാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിമർശനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മെയ് 30-നകം എല്ലാ തരത്തിലുള്ള അറ്റകുറ്റപ്പണികളും റോഡിന്റെ ആയാലും മറ്റും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളായാലും നടത്തി എടുക്കും എന്നുള്ള ഒരു പ്രസ്താവന ഉണ്ടായിട്ടുണ്ട്. ഏതായാലും മഴക്കാലം അടുത്ത് നിൽക്കുമ്പോൾ കൊച്ചിക്ക് ആശ്വാസകരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് പൊതുജന ഒരു വികാരം എന്ന് പറയുന്നത്. ഏതായാലും അങ്ങനെ ഒന്ന് പ്രതീക്ഷിക്കുക തന്നെയാണ് ഇപ്പോൾ ചെയ്യുക നിർവാഹമുള്ളൂ. റീജിത്ത്. ശരി, അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.